വിശദമായ വാർത്തയിലേക്ക്. ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന്. ന്യൂസ് മലയാളം പുറത്തുവിട്ടത് വിവരാവകാശ നിയമപ്രകാരം പോലും തരാതെ ഒളിപ്പിച്ചു വച്ച റിപ്പോർട്ടാണ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജു, നേരത്തെ തന്നെ ഈ ആരോപണം ഉണ്ടായപ്പോൾ അന്വേഷണത്തിന് സർക്കാർ പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ ഈ റിപ്പോർട്ട് ഈ തരത്തിൽ തന്നെ ആകും എന്നൊക്കെ ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ ഒക്കെ ആരോപണം. ആ റിപ്പോർട്ടിലും പരാമർശിക്കുന്നത് ഒരു തെറ്റും അജിത് കുമാർ ചെയ്തിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടും വരുന്നത്. ആ റിപ്പോർട്ട് പോലും പൂഴ്ത്തിവെക്കാനായിരുന്നു ശ്രമം. അതെ രുചിഷ, പ്രധാനമായിട്ടും ഈ റിപ്പോർട്ട് വായിക്കുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന നേതാക്കന്മാർ പറയുന്നത് പോലെ ഇത് വസ്തുതാവിരുദ്ധം, ഇതിൽ ഒന്നും തന്നെ ഇല്ല, തെളിവില്ല എന്ന് പറയുന്ന വെറും പറച്ചിലുകൾ മാത്രമാണ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഇപ്പോൾ ഏത് പരാതി ഉയർന്നാലും പരാതിക്കാരന്റെ മൊഴിയെടുക്കാതെ എന്ത് അന്വേഷണം എന്നൊരു ചോദ്യം വരും. ഇവിടെ വിജിലൻസ് പരാതിക്കാരന്റെ മൊഴിയെടുത്തില്ല, പക്ഷേ റിപ്പോർട്ടിൽ പരാതിക്കാരൻ പറയുന്നത് കള്ളമെന്ന് സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് മൊഴിയെടുക്കാതെയുള്ള ഒരു അന്വേഷണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കോടതി കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇതായിരുന്നു രുചീഷ്. അതായത് മലപ്പുറത്ത് ഈ തേക്കുമരം കടത്തിക്കൊണ്ട് പോയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം, ഷാജൻ സ്കറിയയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങി എന്ന് പറഞ്ഞ ആരോപണം, ഫ്ളാറ്റ് വാങ്ങി 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷം രൂപയ്ക്ക് മറച്ചുവിറ്റെന്ന ആരോപണം, ഈ കവടിയാറിലെ 22 സെന്റ് സ്ഥലത്ത് ആഡംബര വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വരുമാനം ഉപയോഗിച്ച് ദുബായിൽ ബിസിനസ് നടത്തുന്നു എന്ന ആരോപണം, അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തി എന്ന ആരോപണം, മറ്റ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. ഇതിലൊന്നും ഒരു തരത്തിലുള്ള തെളിവുകളും വിജിലൻസിന്റെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്ന് അടിവരയിടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ട് പലതവണ പല ആവർത്തി വിവരാവകാശ രേഖമല്ല ഏത് തരത്തിലുള്ള കാര്യം ഉപയോഗിച്ച് വിജിലൻസിനോട് ചോദിച്ചാലും അത് നൽകാതെ ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു. കാരണം കോടതി ഉൾപ്പെടെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമയം ചോദിച്ചപ്പോൾ 45 ദിവസം കൂടി വേണം ഒരു അന്വേഷണം പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു കോടതിയിൽ വിജിലൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാധാരണ വിജിലൻസ് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് ഈ കേസിന്റെ അവസാനം ഇങ്ങനെ ഒരു ഫൈൻഡിങ്സ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിജിലൻസിന് തന്നെ ഒരു ലീഗൽ അഡ്വൈസറെ സമീപിക്കുന്നത് സാധാരണയാണ്. പക്ഷേ അത്തരത്തിലൊരു ലീഗൽ അഡ്വൈസറെ സമീപിച്ചതായിട്ട് ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല. സമീപിച്ചോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് മറുപടിയായി കാണുന്നത്. അങ്ങനെ ഒന്നും തന്നെ, അതായത് ഈ റിപ്പോർട്ട് വായിച്ചാൽ ADGP എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന സൂപ്പർ DGP ആയിരുന്ന വ്യക്തി വളരെ മാന്യനും ഒരു തരത്തിലുള്ള തെറ്റും ചെയ്യാത്ത ഒരാൾക്കെതിരെയാണ് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നത് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ കോടതി ചോദിച്ചതും കോടതി ക്ലീൻ ചിറ്റ് ഒന്നും നോക്കാതെ തള്ളിക്കളഞ്ഞതല്ല. ഈ കേസ് ഡയറി ഉൾപ്പെടെ കൃത്യമായി പരിശോധിച്ച് സാക്ഷികളുടെയും മൊഴികളുടെയും ഒക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തള്ളിയത് എന്നത് വ്യക്തമാണ്. കാരണം പരാതിക്കാരനായ നാഗരാജുവിന്റെ മൊഴി എടുത്തതായി കാണുന്നില്ല. എങ്ങനെ പരാതി കളവാണെന്ന് പറയാൻ പറ്റുമെന്ന് കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ പോലും ആയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അജിത് കുമാറിന്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ മാത്രം മൊഴികൾ രേഖപ്പെടുത്തിയതായിട്ടും കാണുന്നുണ്ട്. അത് തന്നെ കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ ആയിക്കൊള്ളട്ടെ അജിത് കുമാറുമായി പരാതിക്കാരനെ കേൾക്കാതെ പരാതിക്കാരൻ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് റിപ്പോർട്ടിൽ ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനായിരിക്കും പരാതിക്കാരനായ അഭിഭാഷകൻ തയ്യാറാവുക? അതെ രുചിഷ, അതുകൊണ്ട് തന്നെയാണ് പരാതിക്കാരൻ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ അതിൽ മാത്രമായിരിക്കും തനിക്ക് വിശ്വാസം എന്ന് പറയാൻ കാരണം ADGP അജിത് കുമാറിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥന് നേരെ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഒന്നുകിൽ അതേ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് മാത്രമേ ആ കേസ് അന്വേഷിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അന്വേഷണം നടത്തിയത് നമുക്കറിയാം വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ പോലുള്ള ആളുകളാണ് ഇതിന്റെ മേൽനോട്ടം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ അന്വേഷണം എന്ത് സത്യസന്ധത ഉണ്ടാകും എന്ന് അദ്ദേഹം കോടതിയിൽ വാദം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് റിപ്പോർട്ടിലും കാണാൻ സാധിക്കുന്നത്. റിപ്പോർട്ടിലെല്ലാം വസ്തുതാവിരുദ്ധം, ഇത് തെറ്റാണ് എന്ന കാര്യം, വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവും എന്ന് പറഞ്ഞ 2 വാക്കുകളാണ് ഉടനീളം എല്ലാ കാര്യങ്ങളുടെയും അവസാന വരിയായിട്ട് വിജിലൻസ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അതിനാൽ 30-ാം തീയതി കോടതിയിൽ ഇനി അഭിഭാഷകൻ കൂടിയായിട്ടുള്ള നാഗരാജ് മൊഴി നൽകും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കോടതി അജിത് കുമാറിനുള്ള നീക്കങ്ങൾ നടത്തുക. അതിൽ 30-ാം തീയതി കോടതി
കോടതിയിൽ നൽകുന്ന മൊഴിക്ക് പിന്നാലെയുള്ള കോടതിയുടെ നടപടിയാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും കോടതി റിപ്പോർട്ട് തള്ളിയ പശ്ചാത്തലത്തിൽ മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകുമോ എന്നതുകൂടി കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലായിരിക്കും തീരുമാനമുണ്ടാവുക. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.